ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഇയർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാബാണ് ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ. ഈ ലാബിന്റെ 2025 ക്വസ്റ്റ്യൻ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം അതിന്റെ ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം എന്നും സൂചിപ്പിക്കുന്നു. ഓൾറെഡി 2025 ക്വസ്റ്റ്യൻ പാറ്റേൺ ബേസ് ചെയ്ത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ സിലബസിനെ ബേസ് ചെയ്ത് ലാബ് 1, ലാബ് 2, ലാബ് 3, ലാബ് 4 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഇയർ സിലബസിനെ ബേസ് ചെയ്ത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ടുപഠിച്ചാൽ തീർച്ചയായും ഈ വർഷത്തെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷനും മികച്ച സ്കോർ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ വീഡിയോ ക്ലാസ്സുകളുടെ എല്ലാം പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ്. ഇവിടെ ലാബ് 30 മാക്സിമ ആൻഡ് മിനിമയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനും സ്കോർ ചെയ്യാനും സാധിക്കുന്ന ഒരു ലാബാണ് ലാബ് 30. സോ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്പർ 1. Draw the graph of the function f of x is equal to 8x cube plus 12x square minus 7. Observe the graph and find points of local maxima or local minima. Also find local maximum and local minimum values. ലോക്കൽ മാക്സിമം വാല്യൂ നൽകുന്ന പോയിന്റിനെയാണ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ആണ് കേട്ടോ. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വൈ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ മിനിമം വാല്യൂ നൽകുന്ന പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് ലോക്കൽ മിനിമ. ആ പോയിന്റ് ഗിവൺ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗ്രാഫ് നോക്കി ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് നൽകിയിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ ആ ഗ്രാഫ് ടൈപ്പ് ചെയ്യുക. എന്താണ് ഗ്രാഫ്? ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. 8x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ, 8x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ മൈനസ് 7 വിച്ച് ഈസ് ദ ഫംഗ്ഷൻ. എന്റർ കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടി? ഫംഗ്ഷൻ ഓൾജിബ്രയിൽ കാണുവാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്ത കറക്റ്റ് ആണെന്ന് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുക. 8x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ മൈനസ് 7. ഈ ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് ഇതിന്റെ ലോക്കൽ മാക്സിമ എന്താണ്, ലോക്കൽ മിനിമ എന്താണ്? നമുക്കറിയാം ടേണിംഗ് പോയിന്റ്സ്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ് അല്ലേ? ആ ടേണിംഗ് പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്താണ്? -1. അപ്പൊ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത് നമുക്ക് x 0 ആകുമ്പോൾ മറ്റൊരു ടേണിംഗ് പോയിന്റ്. അപ്പൊ ഇവിടുത്തെ ടേണിംഗ് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? -1ഉം 0യും. അപ്പൊ -1ൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വെച്ച് ടേൺ ചെയ്യുന്നു. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ദ മാക്സിമം വാല്യൂ അല്ലെ? ഈ ലൊക്കാലിറ്റിയിലെ മാക്സിമം വാല്യൂ. അതുകൊണ്ടാണ് ഇതിനെ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അതിന് നേരെയുള്ള y വാല്യൂ എന്തായിരിക്കും? -2നും -4നും എക്സാക്ട് മിഡിൽ വരുന്നത് -3. അതായത് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് -3. അത് നൽകുന്ന പോയിന്റ് ആണ് ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് എന്താണ്? -1. ഓക്കെ, അതുപോലെ ഇത് കുറഞ്ഞത് മിനിമത്തിലേക്ക് എത്തുകയാണ് അല്ലേ? അതായത് ഈ ലൊക്കാലിറ്റിയിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം -6നും -8നും കറക്റ്റ് എക്സാക്ട് മിഡിൽ വരുന്ന -7. അപ്പൊ ലോക്കൽ മിനിമം വാല്യൂ -7, ലോക്കൽ മിനിമ എന്ന് പറയുന്നത് 0. ഈ എക്സ് കോർഡിനേറ്റ് ആണ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ആ എക്സ് കോർഡിനേറ്റ് ഗിവൺ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ്, അതാണ് നമ്മളിവിടെ y വാല്യൂ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ് ടേണിംഗ് പോയിന്റ് ഇതെന്ത് നൽകുന്നു? മാക്സിമം വാല്യൂ. അപ്പൊ ഈ പോയിന്റ് ലോക്കൽ മാക്സിമ ഏതാണ്? -1. അത് ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. സോ നേരത്തെ സൂചിപ്പിച്ചു, ആൻസർ എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. ലാബിന്റെ നെയിം ഒക്കെ എഴുതിയതിനു ശേഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x ഈക്വൽ ടു -1 ഈസ് എ ലോക്കൽ മാക്സിമ. ആ എക്സ് വാല്യൂ ആണ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. ലോക്കൽ മാക്സിമം വാല്യൂ കാണാൻ ആ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുക. അതായത് y വാല്യൂ അത് -3 എന്ന് നമ്മൾ ബോധ്യപ്പെട്ടു. അടുത്ത x ഈക്വൽ ടു 0 ഈസ് എ ലോക്കൽ മിനിമ. ആ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ലോക്കൽ മിനിമം വാല്യൂ. അത് y വാല്യൂ. x ഈക്വൽ ടു 0 അതിന് കറസ്പോണ്ടിങ് y വാല്യൂ എത്രയാണ്? -7. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Draw the graph of the function f of x is equal to 2x cube minus 9x square minus 24x minus 5.
അല്ലേ? ഒരു വലിയ ഫംഗ്ഷനാണ്. ആദ്യം ഇതിന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യാം, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. പുതിയ വിൻഡോ എന്നും എടുക്കേണ്ട. ഈ ഓൾജിബ്രൈക് വിൻഡോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഫംഗ്ഷൻ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. 2x³ ഷിഫ്റ്റ് ക്യാപ്പ് 3 അറിയാമല്ലോ. നെക്സ്റ്റ് എന്താണ്? -9x², -9x ഷിഫ്റ്റ് ക്യാപ്പ് 2, -9x² -24x, then -5. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കാണുവാൻ സാധിച്ചു. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യേണ്ടത്, അല്ലേ? ഫംഗ്ഷൻ അങ്ങ് താഴെ പോവുകയാണ്. ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ മാക്സിമത്തിൽ പോയാണ് വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് എക്സ് വാല്യൂ ലോക്കൽ മാക്സിമ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആയിരിക്കും ലോക്കൽ മാക്സിമം വാല്യൂ. ഇനി എവിടെയോ ഒരു സ്ഥലത്ത് താഴെയും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവേണ്ടതാണ്, അല്ലേ? അത് വളരെ താഴെയാണ്, വളരെ വളരെ താഴെയാണ്. കണ്ടോ, ഇവിടെ ടേൺ ചെയ്യുന്നു, അല്ലേ? -100 ചെറിയ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ആൻസർ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു വ്യത്യസ്തമായ മെത്തേഡ് അവർ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂയിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടേണിംഗ് പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഡ്രോ ദ ഗ്രാഫ് ഓഫ് f'(x) ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്. നമുക്ക് ടേണിംഗ് പോയിന്റ് എക്സാക്ട് എന്താണെന്ന് കണ്ടെത്താൻ ഗ്രാഫിൽ നിന്ന് ഈസി അല്ല. അതുകൊണ്ട് മറ്റൊരു മെത്തേഡ് ഇവിടെ പരിചയപ്പെടുത്തുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. അത് വളരെ സിമ്പിൾ ആണ്. ഇൻപുട്ട് ബാറിൽ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. ജസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് ഓൺ ചെയ്യുക, സെലക്ട് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് വിച്ച് ഫംഗ്ഷൻ? എഫ്. എന്താണോ ഫംഗ്ഷൻ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കളറിൽ ഒരു ഗ്രാഫ് വന്നു. അതാണ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f(x). അപ്പോൾ f(x)ന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്, അല്ലെ? വേണമെങ്കിൽ കളറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം, നിർബന്ധമില്ല. എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, കളർ ചേഞ്ച് ചെയ്ത് ഡാർക്ക് ബ്ലൂ. ഓക്കെ, ബ്ലൂ കളറൊക്കെ കൊടുത്തു. വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ. ഈ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ടേണിംഗ് പോയിന്റ്സ്. അത് മാക്സ്. എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ് വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേണിംഗ് പോയിന്റ്സ്. അപ്പോൾ ഈ പോയിന്റുമാണ് ടേണിംഗ് പോയിന്റ്സ്, അല്ലെ? ഈ എക്സ് വാല്യൂസ് ആണ് ടേണിംഗ് പോയിന്റ്സ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദിസ് കർവ് വിത്ത് എക്സ് ആക്സിസ് കാണുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പോയിന്റ് ടൂളിൽ ഇന്റർസെക്റ്റ് സെലക്ട് ചെയ്യുക. എവിടേക്കാണ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടില്ലേ? എയും ബിയും. ഈ എയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -1. അതാണ് ഒരു ടേണിംഗ് പോയിന്റ്. മറ്റേ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ബിയുടെ എക്സ് കോർഡിനേറ്റ്, ദാറ്റ് ഈസ് 4. ഓക്കെ, അപ്പൊ 4 ഈസ് ദ അനദർ ടേണിംഗ് പോയിന്റ്. അപ്പൊ -1ഉം 4ഉമാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്സ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ -1ൽ മാക്സിമം ആണോ മിനിമം ആണോ കിട്ടുന്നത്? ഇത് -1 ആണല്ലോ. അപ്പൊ ഇത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ മാക്സിമത്തിൽ പോയിട്ട് താഴോട്ട് വരികയാണ്. അപ്പൊ ഇതെന്താണ്? മാക്സിമം വാല്യൂ. അതായത് x = -1 ഈസ് എ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മാക്സിമം വാല്യൂ ഈക്വൽ ടു ഇതിന് നേരെയുള്ള y വാല്യൂ എത്രയാണ്? 8. ഇത് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. x = -1 ഈസ് എ ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷനിൽ x = -1 കൊടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8. ഗ്രാഫ് നോക്കി നമുക്ക് എഴുതുവാൻ സാധിക്കും. നെക്സ്റ്റ്, രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? താഴോട്ട് പോകുന്നു, അല്ലേ? ബി എന്ന് പറയുന്നത് താഴോട്ട് പോവുകയാണ്. അപ്പൊ അത് മിനിമം വാല്യൂ ആണ്. അതേതാണ്? 4. x = 4 എന്ന് പറയുന്നതാണ് ലോക്കൽ മിനിമ. ലോക്കൽ മിനിമം വാല്യൂ കാണാൻ ആ 4 എന്ന് പറയുന്ന പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുക. അതങ്ങ് വളരെ താഴെ പോവുകയാണ്, അല്ലേ? നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാൽക്കുലേറ്റർ ഒന്നും ഇല്ല, ഇവിടെ തന്നെ ജിയോജിബ്രയിൽ തന്നെ കൊടുക്കാം. എഫ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? 4 അല്ലേ? f(4). എൻ്റർ കൊടുക്കുമ്പോൾ ആൻസർ വന്നു -117, -117. ഇത് ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. സോ x = 4 ഈസ് എ ലോക്കൽ മിനിമ. ലോക്കൽ മിനിമം വാല്യൂ കാണാൻ f(4) ആ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുക. ആൻസർ എന്ത് കിട്ടി? -117 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = 8x³ -4x² -60x + 3 and find its absolute maximum and absolute minimum values in
ക്ലോസ്ഡ് ഇന്റർവൽ -2,2. ആദ്യം ഈ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് ആ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഇൻ ദിസ് ഇന്റർവൽ നമുക്ക് കണ്ടെത്തണം. അതിന്റെ വർക്കിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക, അതിനുശേഷം ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കുക. ആ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എക്സ് ആക്സിസുമായി ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റുകൾ കണ്ടെത്തുക. ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്സ് ആണ് ടേണിംഗ് പോയിന്റ്സ്. ആ ടേണിംഗ് പോയിന്റ്സിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക, ഈ ലോവർ ലിമിറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക, അപ്പർ ലിമിറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക. ഈ കിട്ടുന്ന വാല്യൂസിൽ മാക്സിമം വാല്യൂനെയാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ആ കിട്ടുന്ന വാല്യൂസിൽ ഏറ്റവും മിനിമം വാല്യൂ ദാറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ, പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇൻപുട്ട് ബാറിൽ ആ ഫംഗ്ഷൻ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തായിരുന്നു ഫംഗ്ഷൻ? 8x³ ഷിഫ്റ്റ് ക്യാപ് 3, then -4x² -4x ഷിഫ്റ്റ് ക്യാപ് 2 -4x² -60x then +3. എന്റർ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കുക. അതിനുവേണ്ടി അഗെയിൻ ഇൻപുട്ട് ബാറിൽ ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? എഫ്. സോ എഫ് എന്ന് കൊടുക്കുക. എന്റർ ചെയ്യുമ്പോൾ റെഡ് കളറിൽ കാണുന്നതാണ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f(x). നെക്സ്റ്റ് ഈ റെഡ് കളർ ഗ്രാഫ് എക്സ് ആക്സുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തുക. അതിനുവേണ്ടി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ പോയിന്റ് ടൂളിൽ ഇന്റർസെക്ട് സെലക്ട് ചെയ്യുക. ഡെറിവേറ്റീവിന്റെ ഗ്രാഫിൽ വേണം ക്ലിക്ക് ചെയ്യാൻ, ഗ്രാഫ് മാറിപ്പോകരുത്. ദെൻ എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ 2 പോയിന്റ് കിട്ടി, എയും ബിയും. ആ എയുടെ എക്സ് കോർഡിനേറ്റ് -1.42 ആൻഡ് ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.76 ആർ ദ ടേണിംഗ് പോയിന്റ്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ കിട്ടുന്ന പോയിന്റ്സിനെയാണ് എന്ത് പറയുന്നത്? ടേണിംഗ് പോയിന്റ്സ്. അപ്പൊ ഇത് രണ്ടുമാണ് ടേണിംഗ് പോയിന്റ്സ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏത് ഇന്റർവെലാണ്? -2,2 അല്ലെ? ആ ഇന്റർവെല്ലിലുള്ള അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം വാല്യൂ. അപ്പോൾ ഈ 4 പോയിന്റിലും, അതായത് -2 +2 ഈ 2 പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക അല്ലെ? അതിനുവേണ്ടി നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി ഈ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം ലോവർ ലിമിറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ, അതായത് f(-2) എഫ് ഇടുക, ബ്രാക്കറ്റ് കൊടുത്തിട്ട് -2 ലോവർ ലിമിറ്റ്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോവർ ലിമിറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 43. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? 2. അപ്പൊ f(+2) കാണുക. എന്റർ ചെയ്യുമ്പോൾ പോയിന്റ് ബ്രാക്കറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ എന്റർ ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ -1.42. അപ്പൊ എഫ് ഓഫ് ഫംഗ്ഷൻ എഫിലാണ് കൊടുക്കേണ്ടത് കേട്ടോ, മാറിപ്പോകരുത്. f(-1.42) എന്റർ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അടുത്ത് f(1.76) കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ബ്രാക്കറ്റ് കൊടുക്കുക, ദെൻ 1.76 എന്റർ ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടി. ഈ കിട്ടിയതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എത്രയാണ്? +57.23 which is the absolute maximum value. ഇതിലെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? -71.38 which is the absolute minimum value. ഇത് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 57.23 അറ്റ് x ഏത് പോയിന്റിലാണ് കിട്ടിയേ? -1.42. absolute minimum value that is -71.38 at x is equal to 1.76. at x is equal to എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടും. ജസ്റ്റ് ആ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അത് എഴുതുക. ഏറ്റവും മിനിമം വാല്യൂ ദാറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ അത് എഴുതിയാൽ കിട്ടി മാർക്ക് 3. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് മറ്റൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അത് ചെയ്യുന്നതിന് വേണ്ടി ചേഞ്ച് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ആസ് π/4. Then draw the graph of the function f of x is equal to modulus of 2 sin 2x. Then find the points of local maxima and local minima in this interval. ഈ ഇന്റർവെലിനകത്തുള്ള ലോക്കൽ മാക്സിമ എന്താണ്, ലോക്കൽ മിനിമ എന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എക്സ് ആക്സിന്റെ യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫയൽ എടുക്കുക, ന്യൂ വിൻഡോ, ദെൻ അതിനെ ഒന്ന് മാക്സിമൈസ് ചെയ്യുക, ദെൻ സ്റ്റാൻഡേർഡ് വ്യൂ ആക്കാൻ Ctrl+M കൊടുക്കുക. ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആദ്യം എന്ത് ചെയ്യണം, എക്സ് ആക്സിന്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഗ്രാഫിക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന ഗ്രാഫിക്സ് എടുക്കുക, അതിൽ എക്സ് ആക്സിസ് സെലക്ട് ചെയ്യുക, ദെൻ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യുക. ഇൻ ടേംസ് ഓഫ് π/4 ആണ് പറഞ്ഞത് അല്ലേ. ഇപ്പൊ π/2 സെലക്ട് ചെയ്തിട്ട് ആ 2 ബാക്ക് സ്പേസ് എടുത്ത് കളഞ്ഞതിന് ശേഷം 4 കൊടുക്കുക. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, എക്സ് ആക്സിൽ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് π/4 വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഫംഗ്ഷൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ മോഡുലസ് ഓഫ് 2 sin 2x. അതിന്റെ കമാൻഡ് എന്താണ്, ABS, ദെൻ ബ്രാക്കറ്റിനകത്ത് ഈ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2 sin 2x അതല്ലേ ടൈപ്പ് ചെയ്യണ്ടേ. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുക ABS, ദെൻ ബ്രാക്കറ്റിനകത്ത് 2 sin 2x, സൈൻ, ദെൻ അഗൈൻ ബ്രാക്കറ്റിനകത്ത് 2x. ഓക്കെ, ശരിയല്ലേ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2 sin 2x എൻ്റർ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ടേണിംഗ് പോയിന്റ്സ്, ഒത്തിരി ടേണിംഗ് പോയിന്റ്സുകൾ ഉണ്ടല്ലേ, ഒത്തിരി ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ ടേൺ ചെയ്തൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇന്റർവൽ, ഏത് ഇന്റർവെല്ലാണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കാണേണ്ടത്, ഇൻ ഓപ്പൺ ഇന്റർവൽ 0,π, നോട്ട് ദ പോയിന്റ്, ഓപ്പൺ ഇന്റർവൽ 0,π, ഓപ്പൺ ഇന്റർവൽ 0,π. 0 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇത് മുതൽ ഏതുവരെയാണ്, ഇതുവരെ കണ്ടാൽ മതി അല്ലേ. അപ്പൊ ഇത്രയും പ്ലേസിലുള്ള, അതായത് ഈ എക്സ് വാല്യൂ 0 മുതൽ ഈ π വരെയുള്ള പ്ലേസിലുള്ള ലോക്കൽ മാക്സിമ ഏതൊക്കെ, ഇടാ നോക്കടാ, ഇതിങ്ങനെ കൂടി ഇതവിടെ മാക്സിമം വാല്യൂ നൽകുന്ന പോയിന്റ് π/4, അടുത്ത് കുറയുന്നു, അടുത്ത് വീണ്ടും കൂടി ഇവിടെ. അപ്പോൾ ഇതേതാണ് 3π/4. അപ്പോൾ എന്താണ്, 0ക്കും π-ക്കും ഇടയിൽ 2 പോയിന്റിൽ നമുക്ക് ലോക്കൽ മാക്സിമ ഉള്ളതായി മനസ്സിലാക്കാം. ഒന്ന് π/4ൽ ലോക്കൽ മാക്സിമയാണ് അല്ലേ, അടുത്ത് 3π/4ലും ലോക്കൽ മാക്സിമയാണ്. അപ്പൊ ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതുക x = π/4, 3π/4 ആർ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ. നെക്സ്റ്റ്, ഏതൊക്കെ പോയിന്റ്സിലാണ് മിനിമം വരുന്നത്, 0 മുതൽ π വരെ. അത് ഓപ്പൺ ഇന്റർവൽ ആണ്, അപ്പൊ 0 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ഇത് ലോക്കൽ മിനിമമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. π എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ ആണ്, ക്ലോസ്ഡ് ആണെങ്കിലാണ് ഇൻക്ലൂഡഡ് ആവുന്നത്. ഇതെന്താണ്, എക്സ്ക്ലൂഡഡ് ആണ്. πയും 0യും നോക്കാൻ പാടില്ല. അതിനകത്തുള്ള വാല്യൂസിൽ എവിടെയെങ്കിലും ലോക്കൽ മിനിമം ഉണ്ടോ, അല്ലെ ഇത് മാക്സിമം ആയിരുന്നു, ഇതും മാക്സിമം ആയിരുന്നു. പിന്നെ എന്താണ്, 0ക്കും π-ക്കും ഇടയിൽ ഒരൊറ്റ പോയിന്റ് മാത്രം, ഏതാണ്, π/2. So x = π/2 is the local minima. X = π/2 is a point of local minima. ഇത്രയും മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് ലോക്കൽ മാക്സിമം വാല്യൂ, ലോക്കൽ മിനിമം വാല്യൂ എഴുതാൻ സാധിക്കും. ലോക്കൽ മാക്സിമം വാല്യൂ എത്രയായിരുന്നു, ആ π/4ൽ മാക്സിമം വാല്യൂ എത്രയാണ്, y വാല്യൂ 2. സോ 3π/4ലും മാക്സിമം വാല്യൂ 2 തന്നെയാണ്. സോ ലോക്കൽ മാക്സിമ അറ്റ് ദീസ് 2 പോയിന്റ്സ് ആർ എന്താണ്, 2. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2. ലോക്കൽ മിനിമം വാല്യൂ എത്രയുണ്ട, ഈ π/2ൽ y വാല്യൂ എന്താണ്, 0. സോ വേണമെങ്കിൽ അത് എഴുതാം, നിർബന്ധമില്ല, അത് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ചിലപ്പോൾ എക്സാമിനേഷന് ചോദിച്ചാൽ അതുകൂടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ് മാക്സിമ ആൻഡ് മിനിമ. തീർച്ചയായിട്ടും ആദ്യത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്ക്, 5. തേർഡ് ക്വസ്റ്റ്യൻ അബ്സല്യൂട്ട് മാക്സിമയ്ക്ക് 3 മാർക്കാണ്. ഈ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ടത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ 8 മാർക്കിന് ആൻസർ ചെയ്താൽ ഈ ലാബിലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ട്രിഗണോമെട്രി ബുദ്ധിമുട്ടാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. ബാക്കി 8 മാർക്കും കൃത്യമായി സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടി 8 out of 8 ഫ്രം ദിസ് ലാബ്. സോ ഈ ലാബിലെ എല്ലാ ക്വസ്റ്റ്യനും ഭംഗിയായിട്ട് എഴുതി +2 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് 40 out of 40 സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.